ഈശോനെ ഒറ്റ കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ച 30 വെള്ളിക്കാശിലെ 2 എണ്ണം നമ്മുടെ അവിടെ കേരളത്തിലുണ്ട്. ഇത് ശരിക്കും ഇങ്ങനെ നമ്മളെ കയ്യിലിങ്ങനെ തൊടാൻ പറ്റുകയെന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. കുരിശിലേറ്റിയ നേരത്ത് ഉപയോഗിച്ചിരുന്ന വസ്ത്രം, അതിൽ ബ്ലഡ് സ്റ്റെയിൻ പോലും വേണ്ടോ. മോശയുടെ വടി, ഇത് മദർ തെരേസയുടെ മുടിയാണ്. അതായത് വെള്ളം വീഞ്ഞാക്കിയ കൽവരണീട്ട. ഇപ്പൊ ഇതാ സാറേ കേരളത്തിന്റെ ഒരു സ്റ്റൈല്. ഇതുപോലെ ഇല്ലാത്ത സാധനത്തിന്റെ പിന്നാലെ ആൾക്കാർ മുഴുവനും. അത് നേരാ സാറേ. കഴിഞ്ഞ ദിവസം ഒരാൾ മായാവിയുടെ മാന്ത്രികവടി തരാമെന്നും പറഞ്ഞു വന്ന് 5000 രൂപ പോലും. ഓരോരോ തട്ടിപ്പുകളെ. എന്നിട്ട് 5000 കൊടുത്തോ? തോന്നി തനിക്ക് അങ്ങനെ തന്നെ വേടാ. തന്റെ കൈവശമുണ്ടെന്ന് ഇയാൾ അവകാശപ്പെട്ടിരുന്ന ക്രിസ്തുവിന്റെ കാലത്തെ വെള്ളി നാണയങ്ങളും മോശയുടെ അംശവടിയും ഒക്കെ കണ്ട് സംസ്ഥാനത്തെ മറ്റൊരു ഉന്നത IPS ഉദ്യോഗസ്ഥന് തോന്നിയ സംശയമാണ് മോൻസനെ ക്രൈംബ്രാഞ്ചിന്റെ റഡാറിൽ എത്തിച്ചത്. ഈശോനെ ഒറ്റ കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ച 30 വെള്ളിക്കാശിലെ 2 എണ്ണം നമ്മുടെ അവിടെ കേരളത്തിലുണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. ചേട്ടാ ഒന്ന് എടുത്തു തരൂ. എടുക്കാൻ എൻ്റെ പേടി വേണം. പാവോടവൻ ചോദിച്ചോടനെ തന്ന് അവനിങ്ങനെ പേടിപ്പിക്കണ്ടായിരുന്നു. ഇങ്ങനെ നമ്മളെ കയ്യിലിങ്ങനെ തൊടാൻ പറ്റുകയെന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഇത്രയും പഴമയും ഇത്രയും ആന്റിക്കായിട്ടുള്ളൊരു സംഗതി അത്. വസ്ത്രങ്ങൾ ഭാഗിച്ചെടുത്തെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരു കഷ്ണമാണ് ഈ ഇരിക്കുന്നത്. അതായത് കുരിശിലേറ്റിയ നേരത്ത് ഉപയോഗിച്ചിരുന്ന വസ്ത്രം, അതിൽ ബ്ലഡ് സ്റ്റെയിൻ പോലും വേണ്ടോ. ഇത് നീ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ഇനി പറയാൻ പോണത് നീ വിശ്വസിക്കത്തേ ഇല്ല. മോശയുടെ വടി ശരിക്ക് നമ്മൾ ഒരുപാട് വർഷം പുറകിലേക്ക് പോയ പോലെ അതിനൊക്കെ പിടിക്കുമ്പോഴും ശരിക്കൊരു എത്രയോ പഴക്കവും എത്രയോ എന്താ പറയുക നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സംഗതിയാണ്. അതിങ്ങനെ നമ്മുടെ കയ്യിലിങ്ങനെ ഇരിക്കല്ലേ. നമ്മുടെ ഒരു പരിചയക്കാരനടുത്ത് മറ്റൊന്നോ ഇരിപ്പുണ്ട്. ചേട്ടൻ വിചാരിച്ച കച്ചവടം ചെയ്തിരാൻ പറ്റും. സംഭവം നടന്ന് നല്ല കമ്മീഷൻ മേടിച്ചരാ. സാധനം ഇപ്പൊ വയനാടാണ്. എന്ത് വെള്ളി മൂങ്ങ കളർ കണ്ട് ഇഷ്ടപ്പെട്ട് എടുത്താൽ മതി. സിൽവർ പെയിന്റ് അടിച്ചു പോലിരിക്കും. നമ്മള് തമ്മിൽ കണ്ടിട്ടില്ലാട്ടോ. അല്ല ഒരെണ്ണം വെറൈറ്റി കളർ. കാനായിലെ കല്യാണം വരുന്നില്ല, ദൈവം വെള്ളം വീഞ്ഞാക്കില്ലേ, ആദ്യത്തെ അത്ഭുതം. ആ കൽഭരണി നമുക്ക് കാണാം. എൻ്റെ ദൈവമേ, അതായത് വെള്ളം വീഞ്ഞാക്കിയ കൽവരണീട്ടാ. ആദ്യത്തെ അത്ഭുതം ചെയ്ത ഇതാണ്. തുറന്നോക്കിയാ വല്ല വെള്ളം ബാക്കിയുണ്ടോ. 2000 വർഷം പഴക്കട്ട. കൃഷ്ണ തറവാട്ടിലിരുന്ന കൃഷ്ണ വിഗ്രഹമല്ലേ? ഇതിവിടെ എങ്ങനെ എത്തി? തറവാട്ടിൽ നിന്ന് ബോറടിച്ചപ്പോ ഇവിടെ വന്ന് കിടന്നായിരിക്കുള്ളൂ. എത്ര ബോറടിച്ചാലും കൃഷ്ണൻ ചാക്കി കയറി വരൂ. ഈശ്വരൻ ചാക്കിലല്ല പാക്കിൽ വരെ വരും. എന്താ കേട്ടിട്ടില്ലേ? മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു. അവർ കരുണാമയനെ കാവൽ വിളക്കായി ഗ്രാവലിരിക്കുന്നു. ഗ്രാവലി ചെമ്മണ്ണ്. ഞാൻ എങ്ങനെ ഇതിൽ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ട്വിസ്റ്റാണ്. ഒരിക്കലും ഞാൻ പഠിക്കുന്ന സമയത്ത് ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റിൽ വരുമ്പം ബാംഗ്ലൂരിന് വരുന്ന സമയത്ത് എൻ്റെ കൂടെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ഒരു വലിയൊരു അത്ഭുതമായിരുന്നു. ഒരു മനുഷ്യൻ, സാധാ ഒരു മനുഷ്യൻ വെറുതെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ മൈസൂർ മഹാരാജാവാണ്. ഞാൻ ഒരു 10 വർഷം മുമ്പ് ഒരു സന്യാസിനെ പരിചയപ്പെട്ടു, വാരണാസി വെച്ചിട്ട്. അപ്പോൾ പുള്ളിയാണ് കുറച്ച് കൃപയുള്ള പേര് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൃപേഷിന് പേരിട്ടു. പിന്നെ അങ്ങനെ കൊട്ടാരത്തിൽ പോയി അദ്ദേഹവുമായിട്ടുള്ള നമ്മുടെ ഒരു സഹവാസമാണ് നമ്മളെ ഡയമണ്ട്സിലേക്കും ആന്റിക്സിലേക്കും കൊണ്ടുവരാനുള്ളൊരു കാരണം. ഗുരുവായൂർ എഡിഷനിലല്ല എല്ലാ ന്യൂസ് പേപ്പറിലും ഉണ്ടായിരുന്നല്ലോ. എന്ത് ഫണ്ണി? ആത്മാവിന് ഈ ഭൂമിയിൽ ബന്ധമില്ല, സ്വന്തം ദേഹിയുമായൊരു ബന്ധമില്ല, ആത്മാക്കൾ തമ്മിലേ ബന്ധമുള്ളൂ, പരമാത്മാവുമായുള്ളതാണ്. അതായത് നമ്മുടെയൊക്കെ ആത്മാവ് ബന്ധപ്പെട്ടിരിക്കുന്ന പരാത്മാവുമായിട്ടാണ്. എന്റെ പൊന്ന് മക്കളെ, നിങ്ങളുടെ സങ്കടങ്ങൾ തീർക്കാനാണ് നാം ഇവിടെ വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് സങ്കടങ്ങളില്ല. എല്ലാം ഇന്നു മുതൽ നമ്മുടെ സങ്കടങ്ങളായിരിക്കും. പക്ഷേ ജീവിതത്തിലെ ചില സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. മച്ചിത്ത മൽഗത പ്രാണ അരേന്നച്ഛമാം നിത്യം ബട. കൂടുതലായിട്ടും ഈ ഡയമണ്ട്സ് ആണ് നമ്മളെ കൊണ്ട് വിൽപ്പന ചെയ്യിപ്പിക്കാനും. പുള്ളി കുറച്ച് ഡയമണ്ട്സ് എനിക്ക് തന്നിട്ട് അത് വിൽക്കാനുള്ള മാർക്കറ്റ് കണ്ടുപിടിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പിന്നെ ഇൻട്രസ്റ്റ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ ചരിത്രമുള്ളതുകൊണ്ട്. അച്ഛൻ ഇതിന്റെ മൂല്യം അറിയില്ല. 500 വർഷത്തിനു മുമ്പ് ജീവിച്ചിരുന്ന ഒരു കോനാതിരിയുടെ പ്രതിമയാണത്. രാജകുലോത്തുംഗമംഗ കോനാതിരി. 5000 വർഷത്തെ പഴക്കമുണ്ടെന്ന് പറഞ്ഞാലും പ്രതിമ എനിക്ക് വേണ്ട. ആ പ്ലാൻ മനസ്സിരിക്കട്ടെ, വർക്കിയോട് വേണ്ട.